അപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കഥ മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ഒരു ഭൂകമ്പം തന്നെയാണ് നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. കമലേട്ടത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് മാത്രമല്ല, ഇനി കമലേട്ടത്തി ഗർഭിണിയാവത്തില്ല എന്നുള്ള ഒരു സത്യവും കൂടി അവിടെ ആ ഒരു ചാരങ്ങാട്ട് തറവാട്ടിൽ ചുരുളഴിയുവാണ്. അങ്ങനെ ഇതിന്റെ മുന്നോടിയായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഗൗരി കാരണമാണ് വന്നതെന്നും ഗൗരിയാണ് ഈ വീടിന്റെ അടിത്തറ ഇളക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നും ഗൗരി വന്നതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും കമലേട്ടത്തിയുടെ കുഞ്ഞു പോലും നഷ്ടപ്പെടാൻ കാരണം ഗൗരിയാണ് എന്നുള്ള രീതിയിലാണ് അവിടെ രാധാമണി സംസാരിച്ചത്. പക്ഷെ രാധാമണി ആണ് സത്യം ചെയ്തത്, അല്ലെങ്കിൽ രാധാമണിയാണ് കള്ളം ചെയ്തത്, ഈ തെറ്റിനെല്ലാം കാരണം രാധാമണിയാണ് എന്നുള്ള സത്യം ശങ്കറിന് അറിയാം. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയെ തന്റെ മുന്നിൽ നിർത്തി വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ അനാവശ്യം പറയുമ്പോൾ ശങ്കർ ഒരിക്കലും കേട്ട് നിൽക്കത്തില്ല എന്ന് ഇതിനും ഇത്രയും ദിവസമായിട്ടുള്ള ശങ്കറിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ രാധാമണിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എത്ര അടി കൊണ്ടായാലും അവർ പഠിക്കത്തില്ല എന്നതിന്റെ മുന്നോടിയായിട്ടാണ് രാധാമണി വീണ്ടും ഗൗരിയെ കുറ്റം പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ട് ശങ്കർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയും അങ്ങനെ രാധാമണിയായിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ശങ്കർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ കമലേട്ടത്തിന്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ആരാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അതിന്റെ സത്യാവസ്ഥ തെളിയിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങനെ വരണോ വേണ്ടയോ എന്നൊക്കെ അവിടെ ചോദിച്ച് അവിടെ വലിയൊരു തർക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശേഖരൻ വരുന്നത്. അപ്പൊ ശേഖരൻ വന്ന ഉടനെ തന്നെ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി കമല ഗർഭിണി ആവത്തില്ല എന്നുള്ള കാര്യം ശേഖരനും കേട്ടു. അത് കേട്ടതിന് ശേഷം ശേഖരൻ ഒരു വാക്ക് പറഞ്ഞു, കമല അമ്മയാവത്തില്ല എന്നല്ല ഇവിടെ പറഞ്ഞത്, പക്ഷെ എനിക്ക് അച്ഛനാവാമല്ലോ. അതായത് കമല ഇപ്പോൾ എന്നിൽ നിന്ന് പോയാലും എനിക്ക് വേറൊരു പെൺകുട്ടിയെ കെട്ടി കല്യാണം കഴിച്ചാണെങ്കിലും എനിക്ക് അച്ഛനാവാം എന്നുള്ള രീതിയിലാണ് അവിടെ ശേഖരൻ സംസാരിച്ചത്. അത് കമലയ്ക്കും ഭയങ്കര സങ്കടമായിപ്പോയി, എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി. അങ്ങനെ ഇത് കേട്ടിട്ട് കമല സങ്കടത്തോടെ കയറി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ആദർശിനെ തേടി അവിടെ വേണി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദർശ് എവിടെയാ എന്താ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ശിവരഞ്ജിനെ കാണാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു വേണി അവിടെ വന്നത്. അങ്ങനെ വേണി വന്ന സമയത്ത് തന്നെ അവിടെ ചെറിയ ആദർശിനെ തേടി തപ്പി നടക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്താണ് ശേഖരന്റെ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് കമലയ്ക്ക് എത്രത്തോളം സങ്കടമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരി ഓടി വന്നിട്ട് പറയുവാണ്, കമലേട്ടത്തിയെ കാണാനില്ല. ഞാൻ അവിടെ റൂമിൽ ഫുള്ളും അന്വേഷിച്ചു, കമലേട്ടത്തി അവിടെ ഒന്നുമില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ശങ്കർ. അതുകൊണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം വാ, കാരണം കമലേട്ടത്തി അത്രയ്ക്ക് പിരിവിട്ട് നിൽക്കുവാണ്, കമലേട്ടത്തി മാനസികമായിട്ട് തകർന്ന് നിൽക്കുവാണ്. അതുകൊണ്ട് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ട് ശങ്കർ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കറും ഗൗരിയും കൂടി കമല കാണാനില്ല അല്ലെങ്കിൽ കമലയെ കാണാനില്ല അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് പോലും ഒരു അടി പോലും അനങ്ങാതെ അവിടെ ശേഖരനും മഹാദേവനും രാധാമണിയും അവരെല്ലാവരും അവിടെ മിണ്ടാതിരിക്കുവാണ്. ഇല്ലെങ്കിൽ കമലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ഇത് കേട്ടിട്ട് എന്തോ സാധാരണ ഒരു വിഷയം പോലെ രീതിയിലാണ് അവർ അവിടെ ഇരുന്നത്. അപ്പോൾ പിള്ളയും പറയുന്നുണ്ട് ഇത് ശരിയല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സംസാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ശങ്കറും പോയി പറയുന്നുണ്ട്, അച്ഛാ കമലേട്ടത്തെ കാണാനില്ല, നമുക്ക് അന്വേഷിക്കണ്ടേ. എന്നിട്ട് മഹാദേവന് ഒരു കൂസലും ഇല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്താണ് ഗൗരി പറയുന്നത് മണ്ണെണ്ണയുടെ മണം വരുന്നുണ്ട്, അത് അടുക്കള വശത്തു നിന്നാണ് വരുന്നത് എന്ന് ഗൗരിക്ക് മനസ്സിലായി. അങ്ങനെ ഗൗരിയും ശങ്കറും കൂടി അടുക്കളയിലോട്ട് ഓടുന്നുണ്ട്, പിള്ളയും അതിന്റെ പിറകെ ഓടുന്നുണ്ട്. മഹാദേവനും ശേഖരനോ രാധാമണി എന്നിട്ട് അവിടെ നിന്ന് അനങ്ങി പോലും അവിടെ തന്നെ അങ്ങനെ കല്ല് വെച്ച മാതിരി അവിടെ ഇരിക്കുവാണ്. ഓടി ചെന്നപ്പോൾ തന്നെ കമലേട്ടത്തി മണ്ണെടുത്ത് ഒഴിച്ചിട്ട് തീ കത്തിക്കാനായിട്ട് നിൽക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് ഗൗരി വന്ന് അത് തട്ടി മാറ്റുകയും പിന്നെ കമലേട്ടത്തി വഴക്ക് പറയുകയും. പക്ഷേ കമലേട്ടത്തി പറഞ്ഞത് ഞാൻ ഇനി എന്തിന് ജീവിക്കണം, എൻ്റെ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു, ഞാൻ ഇനി എന്തിനാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഗൗരിയും ശങ്കറൊക്കെ കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കമലേട്ടത്തി പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പ്രശ്നവും നമ്മൾ തരണം ചെയ്യണം. കമലേട്ടത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, കമലേട്ടത്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനും വേറെ എന്തോ രീതിയിൽ കമലേട്ടത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈവം ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കമലേട്ടത്തി ഒരിക്കലും സങ്കടപ്പെടരുത്, വേറെ വഴി കാണും, കമലേട്ടത്തിയുടെ കൂടെ ഞങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞ് ഗൗരി അവിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ മഹാദേവനോ അവരാരും ഒന്നും അനങ്ങാനോ അല്ലെങ്കിൽ ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശിനെ തേടി നമ്മുടെ ആദർശിനെ തേടി വേണി ഓഫീസിലെത്തുകയും
അവിടെയെല്ലാം നോക്കുകയും അങ്ങനെ പ്യൂണിനെ കണ്ട ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് ആദർശം അവിടെ ഇല്ല, ഓഫീസിലില്ല, പുറത്തു പോയി എന്നുള്ള കാര്യം വേണിക്ക് മനസ്സിലായത്. അപ്പൊ ശിവരഞ്ജിനി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശിവരഞ്ജിനി മാഡവും പുറത്തു പോയി, അവിടെ ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ വേണിക്ക് ചെറിയൊരു സംശയം, ശിവരഞ്ജിനിയും ആദർശേട്ടനും ഒരുപോലെ അവർ ഒരുമിച്ചാണോ പുറത്തു പോയത് എന്നതിൽ വേണിക്ക് സംശയമുണ്ട്. പക്ഷെ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്, അതെന്തായാലും പ്രയോഗിച്ചേ പറ്റത്തുള്ളൂ എന്ന് വേണിയും മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ വേണി ആദർശിനെ തേടി നടക്കുന്ന അതേ സമയം തന്നെ വേണി പറഞ്ഞത് മാതിരി നമ്മുടെ വേണി പറഞ്ഞ അതേപോലെ തന്നെ ആദർശും ശിവരഞ്ജിനിയും കൂടി ശിവരഞ്ജിനിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് തന്നെ അവിടുത്തെ പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ള മോളി ആൻറ്റി ഇവരെ പേയിങ് ഗസ്റ്റ് അല്ല, അവിടുത്തെ ഓണർ ആയിട്ടുള്ള മോളി ആൻറ്റി അവരെ കാണുകയും എന്നിട്ട് ആദർശനായിട്ട് അത്രയ്ക്കൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ എന്താണ് ഇവരെ ഒരുമിച്ച് വന്നതിൻ്റെ കാരണമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് ഇവർ ഒരുമിച്ച് വരികയും ശിവരഞ്ജിനിക്ക് തലകറക്കം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആദർശ് കൈ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ മോളി ആൻറ്റി വിചാരിച്ചത് ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പിന്നെ സംസാരിച്ചതിന് ശേഷം മനസ്സിലായി ശിവരഞ്ജിനി പറഞ്ഞത് തൻ്റെ കസിൻ ബ്രദറാണെന്നും അവർ വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് തലകറക്കം വന്നതുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശിവരഞ്ജിനി ആ വീടൊക്കെ റൂമൊക്കെ കാണിച്ചു കൊടുത്തു, രഞ്ജിനിക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ രഞ്ജിനി ബോക്സിംഗ് ചാമ്പ്യ എന്ന് വിളിക്കുമ്പോൾ ആദർശ് അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ വേണി മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ, അതുകൊണ്ട് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷെ അത് രഞ്ജിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എന്തോ ഒരു തെറ്റായിട്ടുള്ള രീതിയിലാണ് അവളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ രഞ്ജിനിയുടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ആ പ്രണയം നഷ്ടമായതിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഒരു പ്രണയമുണ്ടായിരുന്നു, ഞാൻ അവൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അവനെ അകമഴിഞ്ഞ് ക്ഷമിക്കും, ഞാൻ കാര്യമാക്കാതെ ക്ഷമിച്ച് വിടുമായിരുന്നു. പക്ഷെ അവൻ്റെ ഒരു തെറ്റ് മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ പറ്റാതെ ആയതുള്ളൂ, അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അന്ന് തന്നെ ഞാൻ അവനെ വിട്ട് മാറിയതാണ്, പിന്നെ അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ നിൽക്കുന്നു എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും രഞ്ജിനിക്ക് ആദർശിനെ ചെറുതായിട്ട് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ ആദർശിനെ പ്രണയിക്കാൻ ുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതിന്റെ കൂടെ തന്നെ രഞ്ജിനിയും ആദർശും ഒരുമിച്ചാണോ ഇല്ലേന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണി നടക്കുന്നുണ്ട്. അപ്പൊ വേണി ആദർശിനെയും ശിവരഞ്ജിനെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഒരുമിച്ചാണ് പോയത് എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭൂകമ്പമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മുടെ ചാരങ്ങാട്ട് ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷം വരുന്നതിന്റെ കൂട്ടത്ത് സന്തോഷത്തിന് പകരം ഭയങ്കര ഒരു ദുഃഖമാണ് വന്നിരിക്കുന്നത്. അതെല്ലാവരും ഒരു തെറ്റായിട്ട് അല്ലെങ്കിൽ അവർ എന്ത് തെറ്റ് ചെയ്താൽ അത് ശരിയാണ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ശങ്കറും ഗൗരിയും അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കമലേട്ടത്തേക്ക് കട്ട സ്ട്രോങ് ആയിട്ട് ശങ്കറും ഗൗരിയും കൂടെയുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ ബൈ.